സെഞ്ചുറി ഇടത്തലയും കലാസി കങ്കരപ്പടിയും തമ്മിലുള്ള വാശിയേറിയ മത്സരം ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഒരു സമയമാണ്. രണ്ട് ടീമുകൾ 50,000 വർഷം കുറേയായി ഈ ഒരു വടംവലിയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന സെഞ്ചുറി ഇടത്തലയാണോ, ആരും ദേശത്തിനപ്പുറം നിൽക്കുന്ന ഇടത്തല കൂട്ടം, ഇടത്തലയിൽ നിന്നെത്തിയ ആ ഒരു ടീമുകൾ 7 പേരടങ്ങുന്ന ടീം മരിച്ചിരുമോ? ഇല്ല, കങ്കരപ്പടി അങ്ങനെ വിട്ടുകൊടുക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതാ മനോഹരമായ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കങ്കരപ്പടിയും ഇടത്തലയും തമ്മിലുള്ള വാശിയേറിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിട്ടുകൊടുക്കാതെ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സമയം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തങ്ങളുടെ മരക്കരുത്തും കൈക്കരുത്തുമെല്ലാം അത്യന്തപേക്ഷിതമായി തന്നെ ഈ ഒരു കൊച്ചിയുടെ മണ്ണിൽ ഫോറം മണ്ണിലേക്ക് ആളുകളിൽ നിങ്ങൾ നോക്കുക, രക്തയോട്ടങ്ങൾ, മസിലുകൾ, ഈ മസിലുകൾക്കപ്പുറത്തേക്ക് അവരുടെ ഫേസിലേക്ക് നമ്മൾ കാണുക ആ ശരീരത്തിന്റെ അത്ര ഊർജ്ജമിത കൈകാര്യങ്ങളിലേക്ക് ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് സെഞ്ചുറി ഇടത്തലയാണോ ഇല്ല കങ്കരപ്പടിയാണോ, രണ്ട് കട്ടക്കട്ട മത്സരിച്ചുകൊണ്ട് ഈ ഫോറമാളിന്റെ അടിത്തട്ടിൽ പടയാളികളായി പടയോട്ടത്തിലേക്ക് യുദ്ധത്തിലേക്ക് എത്തുന്ന ഒരു സമയം. യുദ്ധത്തിന് സമാനമായ ഒരു പോരാട്ടം. എല്ലാ കായിക പ്രേമികളുടെയും കണ്ണുകൾ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും ഒരു ടീം വിജയിക്കണമെന്ന്. പക്ഷേ അവസാന ശ്വാസത്തിനപ്പുറം ആ റിബൺ വലിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തേക്ക് ഇടുമ്പോൾ മാത്രമാണ് ഇത് വിജയിക്കുന്നത്. മുന്നോട്ട് പോകുന്നത് സെഞ്ചുറിയാണോ ഇല്ല വിട്ടു തരില്ല, ഇതിനപ്പുറവുമുണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കങ്കരപ്പടി അങ്ങനെ കുതിച്ചു പായുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്ന. പക്ഷേ വിട്ടു തരില്ല, ഇത് മാത്രം തരില്ല, ബാക്കി എന്ത് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സെഞ്ചുറി ഇടത്തല ആലുപദേശത്തിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് തന്നെ സെഞ്ചുറി ഇടത്തലയുടെ നീല കുപ്പായക്കാർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കങ്കരപ്പടിയുടെ ചുരക്കുട്ടന്മാർ, കങ്കരപ്പടിയുടെ ഉശിരുള്ള പേരാളികൾ എവിടെ? നിങ്ങളുടെ കയ്യടികൾ എവിടെ? നിങ്ങളുടെ കയ്യടികൾ എവിടെ? ഇവർക്ക് വേണ്ടത് ഒന്ന് കൈയടിച്ച് കൊടുത്തേ, ഒന്ന് ആർപ്പുവിളിച്ച് കൊടുത്തേ. അതെ, ഈ സൈഡിൽ നിന്നും ആർപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അങ്ങനെ കങ്കരപ്പടിയിൽ നമ്മുടെ നാട്ടിലാടിച്ചുള്ള കങ്കരപ്പടിക്കാർ അവരുടെ ആ ഒരു കൈവഴക്കത്തിന്റെയും കൈക്കരുത്തിന്റെയും ആ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വലിച്ചിട്ടുകൊണ്ടേയിരിക്കുകയാണ്. വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇടത്തലയാണോ കങ്കരപ്പടിയാണോ? കങ്കരപ്പടി അങ്ങനെ വലിച്ചു പാഞ്ഞ് അടിച്ചു കയറി വന്നിരിക്കുന്ന ഒരു കാഴ്ച. 14 പേരുടെ ആ ഒരു കായികാധ്വാനം, ആ ഒരു വാശിയും ആ ഒരു സ്പിരിറ്റുമായി മത്സരിക്കുന്ന ഒരു കാഴ്ച. സംഗമത്തിന്റെ ചുടക്കുട്ടികൾ ആദ്യമേ തന്നെ വലിച്ചിടുവാൻ നോക്കുമ്പോൾ വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തരങ്കണി, പെരുമ്പാവൂരിൽ നിന്നെത്തിയ തരങ്കണി, ആ ഒരു തരങ്കിണിയുടെ ചുടക്കുട്ടികൾ ആ ഒരു കാടിന്റെ ആക്രമണ ഉത്സാഹം മുഖത്ത് കാണിച്ചുകൊണ്ട് കാല് ഉപ്പൂറ്റിയെല്ലാം അതിശക്തമായി ഈ ഒരു സിമന്റ് തറയിൽ ഉറപ്പിച്ചുകൊണ്ട് വിജയം അവരെ വിജയത്തോട് അടുത്തുകൊണ്ട് തന്നെ ആ പടക്കുട്ടികൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. ആവേശം കൊടുമുടിയിലെത്തുകയാണ്. ഇവിടെ യോദ്ധാക്കളുടെ പോരാട്ടം നടക്കുമ്പോൾ പടയാളികൾ ആ ഹല്ല് പിടിക്കുകയാണ്, വലിച്ചിടുകയാണ്. ഇവിടെ സംഗമമാണോ അത് തരങ്കിണിയാണോ? തരങ്കിണിയാണോ സംഗമമാണോ? രണ്ട് ടീമുകളും വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ചിരുന്ന സമയമാണ്. റിബണികൾ ഏത് സൈഡിലേക്ക് പോകുന്നു എന്ന് മാത്രമാണ് ഈ നോക്കേണ്ടത്. ഏത് റിബൺ ഏത് സൈഡിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്ന് കാത്തു നിൽക്കുമ്പോഴും പ്രിയപ്പെട്ട കാണികളെ, നിങ്ങളുടെ കയ്യടികൾ ഒരു പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഒരു വിധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തരങ്കണിയും സംഗമവും ഏറ്റുമുട്ടുകയാണ്. പറവൂരും പെരുമ്പാവൂരും ഏറ്റുമുട്ടുകയാണ്. പറവൂരും പെരുമ്പാവൂരും ഏറ്റുമുട്ടുമ്പോൾ ആ കൈക്കരുത്തിൽ ആരായിരിക്കും വിജയിക്കുക? ആര് വിജയിച്ചാലും ആ ഒരു യുദ്ധത്തിലേക്ക് ഏറ്റുമുട്ടുന്നത് പോലെ തന്നെ ഒരു മഹാഭാരത യുദ്ധം ഇവിടെ നടക്കുകയാണ്. അതെ, മംഗലശ്ശേരി നീലകണ്ഠന്റെ മുട്ടക്കൽ ശേഖരനെ പോലെ തന്നെ ഇവിടെ എതിരാളികളും പ്രതിയോഗികളുമെല്ലാം കട്ടക്കട്ട നിൽക്കുകയാണ്. നായകനും വില്ലനുമായി നിൽക്കുകയാണ്. ഇതിൽ ആരാണ് നായകൻ, ആരാണ് വില്ലൻ? സംഗമമാണോ തരങ്കിണിയാണോ? തരങ്കിണിയാണോ സംഗമമാണോ? സംഗമം പറവൂരിന്റെ ആ ഒരു പടയാളികൾ പടക്കൂട്ടങ്ങൾ വെച്ച് പൊറപ്പിക്കാൻ ഇല്ല, വിട്ടു തരില്ല തരങ്കിണി. തരങ്കിണി പെരുമ്പാവൂരിന്റെ ചുടക്കുട്ടികളില്ല, രാശിയോടെ മത്സരിക്കുകയാണ്. വിടില്ല, ഈ വേപ്പിൽ നിന്ന് അടഞ്ഞുപോകാൻ വയ്യ, അടഞ്ഞുപോകാൻ വയ്യെന്ന് ഹൃദയത്തിൽ നിന്നൊരു ഏത് സ്വർഗം പിടിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതാ വാശിയേറിയ പോരാട്ടങ്ങൾ. തരങ്കിണി ആഞ്ഞു വലിക്കുകയാണ്. സംഗമം കട്ടക്കട്ട നിൽക്കുകയാണ്. ഒരു കുതിര ശക്തിയെ പോലെ, കുതിരയുടെ കുതിപ്പിനെ പോലെ സംഗമം കടന്നു. വിട്ടുകൊടുക്കില്ല, വെച്ചുപിടിക്കില്ലേ. ഒന്ന് കൈയടിച്ചു കൊടുത്തു. ഒരു കൈയടി കൊണ്ടാണ് ഏറ്റവും വാശിയേറിയ മത്സരമായിരിക്കും ഇന്നുകൂടെ നടക്കാൻ പോകുന്നത്.
തന്നെ എനിക്ക് 23 കേൾക്കത്തില്ല. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ പിന്നെയും ചെയ്യേണ്ടി വരും. കൈയടിച്ചതിനെ സ്വീകരിക്കേണ്ടുന്ന മറ്റൊരു പോരാട്ടം, ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. സെമി ഫൈനൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പുറത്ത് മഞ്ഞപ്പടയാളികളായി ശക്തന്റെ നാട്ടകത്തട്ടിലെ കളിക്കൊണ്ടുക സ്റ്റാർ വിഷൻ ആർട്സ് ആൻഡ് സ്പോർട്സുകൾ, മറുപുറത്ത് എറണാകുളത്തിന്റെ ആവേശ പോരാട്ടത്തിന്റെ ആരവങ്ങളിൽ കളിക്കൂട്ടുക ഇൻപ്രദേശ് ആറ്റുപുറം. ആവേശം ചോരാത്ത പോരാട്ട മികവുമായി മികവിന്റെ തേരോട്ടമെന്ന് സമ്മാനിച്ച കളിക്കൂട്ടുക ശക്തന്റെ മണ്ണിലെ പടയാളി കൂട്ടങ്ങൾ മുന്നോട്ടോ, അങ്കമാലിയുടെ അമരക്കാർ മുന്നോട്ടോ. കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടം ബെസ്റ്റ് ഓഫ് 3 പോരാട്ടത്തിന് കളമൊരുക്കിക്കൊണ്ട് ഒരു പുറത്ത് ശക്തന്റെ മണ്ണിലെ പടയാളി കൂട്ടങ്ങൾ വെടിക്കെട്ടിന്റെ പ്രകമ്പനങ്ങളും വർണ്ണക്കുടകളുടെ വിസ്മയവും കൊണ്ട് പൂരത്തിന്റെ പെരുമ പാടുന്ന സാക്ഷാൽ പൂരനഗരിയിൽ നിന്നും ആവേശ പോരാട്ടത്തിന്റെ ആരവമുയർത്തി ഈ മാളിന്റെ മനോഹരമായ മടിത്തട്ടിലേക്ക് കടന്നു വന്ന കളിക്കൊണ്ടുക കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കുക. അളവിൽ മുമ്പൻ അത് നെച്ചിക്കൊണ്ടുക രാമചന്ദ്രനിലേക്ക് അഴകിൽ മുമ്പൻ പാമ്പാടി രാജനെ പോലെ മത്സരം വിജയിച്ച് ആദ്യ